രക്തമില്ലാത്ത മനുഷ്യർ. ഡോക്ടർ ബാലചന്ദ്രൻ റോഡിലേക്ക് വീണ് ചെമ്മണ്ണിലൂടെ ഉരുളുന്നത് കാറിലിരുന്ന മഹേഷും ചോപ്രയും വേലായുധനും കണ്ടു. പട്ടിയുടെ മോനെ വണ്ടിച്ചക്രം കയറ്റി ഇറക്കി നേതാവ് കൽപ്പിച്ചു. മഹേഷ് കുമാർ കാർ ഡോക്ടറുടെ നേരെ തിരിച്ചു. ഠേ! വെടിപൊട്ടി. പൊട്ടിയിരുന്ന ഫ്രണ്ട് ഗ്ലാസിന്റെ ഒരു ഭാഗം അടർന്നു വീണു. മതിലിനപ്പുറത്ത് പോലീസിനെ അവർ കണ്ടു. ആശാദേവി മതിൽ ചാടുന്നതും. അവൻ നശിച്ച് നരകത്തിൽ പോട്ടെ, ചോപ്ര ഭീതിയോടെ പറഞ്ഞു. കത്തിച്ചു വിട്ടോ, അല്ലെങ്കിൽ അവളിപ്പോൾ നമ്മളെ വെടിവെച്ച് പൊട്ടിക്കും. മഹേഷ് കാർ മുന്നോട്ട് വിട്ടു. ഡോർ തുറന്നിടടാ. ചോപ്ര പിന്നിലെ വാതിൽ തുറന്നിട്ടു. ശേഖർ ഓടിവന്ന് കാറിനകത്തേക്ക് വീണു. അയ്യോ, എന്റെ കാല്! വേലായുധൻ നിലവിളിച്ചു. കാർ പാഞ്ഞു പോകുമ്പോൾ പിന്നിൽ നിന്ന് വെടിശബ്ദം കേട്ടു. ക്ഷണനേരം കൊണ്ട് കാറിന്റെ വെളിച്ചം ഇരുളിൽ ലയിച്ചു. ഡോക്ടർ ബാലചന്ദ്രൻ ബന്ധപ്പെട്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ ടോർച്ച് വെളിച്ചം അവിടേക്ക് വീണു. വെളിച്ചത്തിന്റെ ഉടമയെ നോക്കിയ ഡോക്ടർ കാലിടറി വീണു. എന്തെങ്കിലും പറ്റിയോ? ആശാദേവി അവിടേക്ക് ഓടിവന്ന് ഡോക്ടറെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ അസ്ഥികൾ ഒടിഞ്ഞു തകർന്നിട്ടുണ്ടാവുമെന്നാണ് ആശാദേവിക്ക് തോന്നിയത്. സാരമില്ല, ഒരു വീഴ്ച. ഡോക്ടർ എഴുന്നേറ്റു. വീണ്ടും ഒരിക്കൽ കൂടി അവർ കാർ ഇടിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയേനെ. ഡോക്ടറും ആശാദേവിയും കണ്ണിൽ കണ്ണിൽ നോക്കി. ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ആലോചിക്കുകയാവും അല്ലേ? ആശാദേവി ചോദിച്ചു. എനിക്കറിയാം, പക്ഷേ ആദ്യം എന്നെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു. നമ്മുടെ മോളുടെ ശവസംസ്കാരം കഴിഞ്ഞ ഇന്ന് എനിക്കുറങ്ങാൻ കഴിയുമെന്ന് ബാലേട്ടൻ കരുതിയോ? ഡോക്ടർ ആലോചനാഭാവത്തിൽ ശിരസിളക്കി. പിന്നെ പറഞ്ഞു, സെന്റിമെന്റ്സിനല്ല ഇപ്പോൾ പ്രാധാന്യം, അവരെ കണ്ടുപിടിക്കണം. നമ്മുടെ വാഹനങ്ങൾ അപ്പുറത്തെ ഗേറ്റിലൂടെയേ പുറത്തു കടക്കുകയുള്ളൂ. ജീപ്പ് ബഷീറിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അയാൾക്ക് വെടിയേറ്റു. ഇനി അപ്പുറത്തെത്തി വണ്ടി ഇറക്കുമ്പോഴേക്കും അവന്മാർ അവരുടെ പാട്ടിന് പൊയ്ക്കളയും. പോലീസുകാർ ആശാദേവിയുടെ മുന്നിൽ ആജ്ഞയ്ക്കായി കാത്തുനിന്നു. ആ കാറിന്റെ നമ്പർ ശ്രദ്ധിച്ചോ? ആശാദേവി തിരക്കി. ഇല്ല, അതവർ എവിടെ നിന്നോ മോഷ്ടിച്ചു കൊണ്ടുവന്നതുപോലെയാണ് തോന്നിയത്. വേലായുധന്റെ കാലിൽ വെടിയേറ്റിട്ടുണ്ട് അല്ലേ? അതെ. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാതെ അവന് രക്ഷയില്ല. എന്നാൽ ആ ഹോസ്പിറ്റൽ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. വെടിയേറ്റ് വരുന്ന ഒരാളെ സാധാരണഗതിയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യാറില്ല. നേതാവിന്റെ കാര്യത്തിൽ മറിച്ചും സംഭവിക്കാം. അയാൾക്ക് വേണ്ടപ്പെട്ട ഹോസ്പിറ്റലുകൾ കാണും. അവിടെയാകാനും മതി. എന്തായാലും ഞാനവരെ അറസ്റ്റ് ചെയ്യും. നഗരത്തിന് പുറത്തേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളും ഓപ്പറേഷൻ സൗകര്യമുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും പരിശോധിക്കാൻ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കുന്നു. ആശാദേവി പറഞ്ഞു. ഡോക്ടറുടെ ശരീരമാകെ വേദനിക്കുകയായിരുന്നു. ഒരാഴ്ച തിരുമ നടത്തിയാലേ ശരിയാവുകയുള്ളൂ, ഡോക്ടർ പറഞ്ഞു. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും മെസ്സേജുകൾ പോയി. SI ബഷീറിനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി ആശാദേവി കണ്ടു. സീരിയസ് ആണെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. വെടിയുണ്ടകൾ ഓപ്പറേറ്റ് ചെയ്തെടുക്കാൻ തന്നെ വിഷമിച്ചു. ധാരാളം രക്തം നഷ്ടപ്പെട്ടിരുന്നു. രക്തം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആശാദേവി ചെല്ലുമ്പോൾ. അതിരാവിലെ ഡോക്ടർ ബാലചന്ദ്രന് ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ രഹസ്യ ഫോൺ സന്ദേശം കിട്ടി. ആ ഹോസ്പിറ്റലിൽ വേലായുധനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നായിരുന്നു അത്. ഡോക്ടർ ബാലചന്ദ്രന്റെ സുഹൃത്തായിരുന്നു ആ ന്യൂറോ സർജൻ. രാത്രിയിൽ തന്നെ ഡോക്ടർ ബാലചന്ദ്രൻ തന്റെ പരിചയത്തിൽപ്പെട്ട ഹോസ്പിറ്റലുകളിലെല്ലാം വലവിരിച്ചിരുന്നു. അതിന്റെ ഫലമാണത്. നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിൽ ഒന്നായിരുന്നു അത്. ആയിരക്കണക്കിന് നഴ്സുമാരും 200-ലധികം ഡോക്ടർമാരുമുള്ള ആ ഹോസ്പിറ്റലിൽ ടവറിന് 9 നിലയുണ്ടായിരുന്നു. ഒരു വ്യാജ MBBS ഡിഗ്രിയുള്ളയാൾ എളിയ രീതിയിൽ തുടങ്ങിയതാണ് ആ ഹോസ്പിറ്റൽ. ഗർഭം അലസിപ്പിക്കലിൽ നിന്നും ലൈംഗിക രോഗ ചികിത്സയിൽ നിന്നും പണമുണ്ടാക്കിയ അയാൾ പൊളിറ്റീഷ്യന്റെ കുപ്പായമിട്ടു. നേതാക്കൾ ആ ഹോസ്പിറ്റലിൽ വരാൻ തുടങ്ങി. വലിയ ഡോക്ടർമാരെ വിലക്കെടുത്തു. ഇപ്പോഴത് ഒരു വടവൃക്ഷമായി വളർന്നു കഴിഞ്ഞു. ഡോക്ടർമാരുടെ അശ്രദ്ധ കൊണ്ട് വളരെയധികം രോഗികൾ ആ ഹോസ്പിറ്റലിൽ മരിക്കുന്നുണ്ടെന്ന് ഡോക്ടർ ബാലചന്ദ്രൻ അറിയാം. പക്ഷേ അതെല്ലാം സ്വാധീനം ഉപയോഗിച്ച് ഒതുക്കി തീർക്കുകയാണ് പതിവ്. പ്രഭാതമാകുന്നതേയുണ്ടായിരുന്നുള്ളൂ. ഡോക്ടർ ബാലചന്ദ്രൻ രഹസ്യമായി സമ്പാദിച്ച റിവോൾവർ എടുത്ത് നിറച്ചു. ഇനി അവരുടെ അടുത്ത് നീതിക്ക് സ്ഥാനമില്ല. ആശാദേവി ഇനിയും വീട്ടിലെത്തിയിട്ടില്ല. ഒരു ടാക്സിയിൽ ഹോസ്പിറ്റലിന് മുന്നിലെത്തി. ഹോസ്പിറ്റൽ ഇനിയും ഉണർന്ന് സജീവമായിട്ടില്ല. 8ാമത്തെ നിലയിലെ 87-ാം നമ്പർ മുറിയിലാണ് വേലായുധനെന്ന് ഡോക്ടർക്ക് വിവരം ലഭിച്ചിരുന്നു. ലിഫ്റ്റിനടുത്ത് ആരെയും കണ്ടില്ല. നല്ലത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഡോക്ടർ സ്വയം ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്തു മുകളിലേക്ക് ഉയർന്നു. 8ാം നിലയിലൂടെ വിജനമായ വരാന്തയിലൂടെ നടന്നു. 3 ഇടനാഴികൾ അതിലുണ്ടായിരുന്നു. 87-ാം നമ്പർ മുറിയുടെ മുന്നിലെത്തി.
ഡോർ ഗ്ലാസ്സിലൂടെ അകത്തേക്ക് നോക്കി. AC റൂമിൽ കാൽക്കെട്ടുമായി വേലായുധൻ ഇരിക്കുന്നു. മേശപ്പുറത്ത് പാൽ, പഴങ്ങൾ. ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. നേതാവിന് VIP ട്രീറ്റ്മെന്റ് ആണ്. ഡോക്ടർ ഓർത്തു, അയാൾ കുലുങ്ങിച്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഒരു വിരൽ കനത്തിൽ വാതിൽ തുറന്നപ്പോൾ ഡോക്ടർക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഹി ഹി, എന്താ നിങ്ങൾ കരുതിയത്? അടുത്ത ഇലക്ഷന് ഞാൻ തന്നെ ജയിക്കും. എന്നെപ്പോലെ രാഷ്ട്രീയ ബോധവും പൊതുജന സ്നേഹവുമുള്ള ആരാ ഉള്ളത് ഇവിടെ മത്സരിക്കാൻ? ഒരുത്തനെ ചൂണ്ടിക്കാണിക്കാമോ? ജനത്തിനിടയിൽ എനിക്കുള്ള പ്രതിച്ഛായ എന്താണ്? ഹി ഹി, സാരമില്ലെന്നേ. ആ പട്ടീനെ ഞാൻ കൊന്നേനെ. പക്ഷെ അല്പം കൂടി ആയുസ് അവന്. കാലിന് ഭയങ്കര വേദനയാ. അയ്യോ, പത്രങ്ങളിലൊന്നും വരരുതേ. നമ്മുടെ പത്രത്തിൽ എന്നെപ്പറ്റി ഒരു മുഖപ്രസംഗം എഴുതാൻ പറയ്. ആ, ഇവിടെ ഒരു ഈച്ച പോലും വരില്ല. ഒരു കുഞ്ഞും അറിയില്ല ഞാനിവിടെയുള്ള കാര്യം. വരട്ടെ, അവളെയും അവനെയും ഞാൻ വെറുതെ വിടില്ല. വേലായുധൻ കാണിച്ചു കൊടുക്കാം കളി. അത് കേട്ട് ഡോക്ടർ ബാലചന്ദ്രന് പെരുത്തു കയറി. റിവോൾവർ എടുത്ത് തയ്യാറായി. ബാസ്റ്റേഡ്! പല്ലി ഞെരിച്ചുകൊണ്ട് കതക് തള്ളി തുറക്കാൻ ശ്രമിച്ചപ്പോൾ കോളറിൽ ആരോ പിടിച്ചു. ഞെട്ടിത്തിരിഞ്ഞു നോക്കി. SP ആശാദേവി. നീ? ഡോക്ടർക്ക് ശബ്ദിക്കാൻ കഴിയുന്നതിന് മുമ്പ് ആശാദേവി അദ്ദേഹത്തിന്റെ ചുണ്ടിൽ റിവോൾവർ മുട്ടിച്ചു. ആശാദേവി അദ്ദേഹത്തെ പിന്നോട്ട് വലിച്ചുകൊണ്ട് വന്നു. ആഷേ, ബാലേട്ടൻ നിയമം കയ്യിലെടുക്കേണ്ട. അതിന് ഞാനുണ്ട്. ഞാൻ അവനെ കൊല്ലും. എന്റെ മോളെ കൊന്നവനെ അവൻ. നീ പൊയ്ക്കോ, അവനെ ഞാൻ കൊന്നോളാം. ഞാനിവിടെ വന്ന കാര്യം ആർക്കും അറിയില്ല. അപ്പുറത്തെ ഇടനാഴിയിൽ ആളുകളുടെ ശബ്ദം കേട്ടു. ആശാദേവി പറഞ്ഞു, നിയമം കയ്യിലെടുക്കാൻ ബാലേട്ടൻ ആരാ? എന്താണ് അതിന് അധികാരം? നീ അധികാരം ഉണ്ടാക്കിയിട്ടെന്തായടി? നമ്മുടെ കുഞ്ഞിനെ ചുട്ടു തിന്നില്ലേ? ആ കഴിവേറെ ഞാനിന്ന് കൊല്ലും. അവൻ ഇപ്പോൾ എന്താ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്നറിയാമോ? നമ്മളെ വെറുതെ വിടില്ലെന്ന്. നീ എന്നെ വിട്ടേ. ആ പട്ടിയുടെ മോന്റെ കഥയിന്ന് ഞാൻ കഴിക്കും. പിടഞ്ഞു മാറാൻ തുടങ്ങിയ ഡോക്ടറെ ആശാദേവി വരാന്തയിലേക്ക് വലിച്ചുകൊണ്ടുവന്നു. ഞാൻ പറയുന്നത് അനുസരിക്കുകയാണ് നല്ലത്. ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് ബാലേട്ടനെ എനിക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയും. ആഷേ! ഡോക്ടർ നടുക്കത്തോടെ ആശാദേവിയെ നോക്കി. ഈ തോക്ക് എവിടുന്ന് കിട്ടി? ഇത് കൈവശം വയ്ക്കാൻ നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല. കുറ്റകരമാണത്. എടീ! ഡോക്ടറുടെ ശരീരം വിറച്ചു. ആശ താഴേക്ക് കൈ ചൂണ്ടി. താഴെ ഗ്രൗണ്ടിൽ പോലീസ് വാൻ. കാവൽ നിൽക്കുന്ന പോലീസുകാർ. ഈ ഹോസ്പിറ്റൽ ഇപ്പോൾ എന്റെ കൺട്രോളിലാണ്. വേലായുധന് ഇവിടെ നിന്നും രക്ഷപ്പെടാനാവില്ല. ഡോക്ടർ അവിശ്വസനീയതയോടെ ആശാദേവിയെ നോക്കി. ബാലേട്ടൻ ഞാൻ പറയുന്നതനുസരിക്ക്. എനിക്ക് ബാലേട്ടനെ കൂടി നഷ്ടപ്പെടാതിരിക്കാനാണ്. ആശാദേവി വികാര വിവശയായി പറഞ്ഞു. ഹോസ്പിറ്റൽ പോലീസ് വളഞ്ഞു. സംസാരിച്ച് ഫോൺ വയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് വേലായുധന് റിസപ്ഷനിൽ നിന്ന് ആ വിവരം കിട്ടിയത്. അയാൾ നടുങ്ങി വിറച്ചുപോയി. ഓർക്കാപ്പുറത്ത് ഇടിവെട്ടിയതുപോലെ തരിച്ചിരിക്കുമ്പോൾ വാതിൽ തുറക്കുന്നത് കണ്ടയാൾ പരിഭ്രാന്തനായി. കയ്യിൽ നിന്ന് റിസീവർ താഴെ വീണു. ആദ്യം ഒരു കൈത്തോക്കും പിന്നാലെ SP ആശാദേവിയും മുകളിൽ പ്രവേശിച്ചു. നേതാവിന് തലകറക്കമുണ്ടായി. അധ്യായം 36. വേലായുധന്റെ പതർച്ച കണ്ട് ആശാദേവിയിൽ ഒരു മന്ദഹാസമുണ്ടായി. പരിഹാസദ്യോതകമായി. നേതാവ് വളരെ സൗകര്യത്തിലാണല്ലോ. VIP റൂം, AC, ഫ്രിഡ്ജ്, TV, ഫോൺ, 5 സ്റ്റാർ ഫെസിലിറ്റീസ്. കൊടിനീരിറക്കാൻ വേലായുധൻ വിഷമിച്ചു. റിവോൾവർ അയാളുടെ നേരെ നിന്ന് മാറ്റാതെ ആശാദേവി ക്രാഡലിൽ നിന്ന് വീണ് തൂങ്ങിക്കിടക്കുന്ന ഫോണെടുത്ത് തൽസ്ഥാനത്ത് വെച്ചു. സംസാരിച്ച് തീർന്നല്ലോ അല്ലേ? അയാൾ പതറിപ്പോയി. SP ആശാദേവി. അതെ, ഞാൻ തന്നെ. അയാൾ നാവ് നീട്ടി അധരങ്ങൾ നനയ്ക്കുന്നത് കണ്ട് ആശാദേവി പറഞ്ഞു, ഇനി ഇവിടെ നിന്ന് തനിക്ക് രക്ഷപ്പെടാനാവില്ല. ഈ ഹോസ്പിറ്റൽ പോലീസ് വളഞ്ഞിരിക്കുകയാണ്. വേണ്ടി വന്നാൽ ഈ കെട്ടിടം ഞാൻ ഇടിച്ചു പൊളിച്ചു കളയും. അക്ഷരാർത്ഥത്തിൽ തന്നെ നേതാവ് നടുങ്ങിപ്പോയി. അയാൾ ചാടി എഴുന്നേറ്റു. കാലിലെ വെടിയുണ്ടയേറ്റ മുറിവിൽ അസഹ്യമായ വേദനയുണ്ടായി. നൗ യു ആർ അണ്ടർ അറസ്റ്റ്. ആശാദേവി യൂണിഫോമിനുള്ളിൽ നിന്ന് കൈവിലങ്ങ് വലിച്ചെടുത്തു. വെള്ളി പോലെ തിളങ്ങുന്ന ആ ലോഹം കൂട്ടിമുട്ടി ശബ്ദമുണ്ടായി. വേലായുധൻ പകച്ചുപോയി. അയാളുടെ കണ്ണുകൾ പിന്നോട്ട് മറഞ്ഞു. അയാൾ ബെഡിലേക്ക് ബോധമറ്റ് വീണു. ബാസ്റ്റഡ്! ആശാദേവി അയാളെ ചവിട്ടാനായി മുന്നോട്ടാഞ്ഞതാണ്. പുറകിൽ കാൽപ്പെരുമാറ്റം കേട്ടു. വാതിൽ തുറന്ന് ഹോസ്പിറ്റലിലെ ഡയറക്ടർമാരും ചീഫ് സർജനും അകത്തേക്ക് വന്നു. അവരാകെ പരിഭ്രമിച്ച വശരായിരുന്നു. അവരുടെ പിന്നിൽ സർക്കിൾ ഇൻസ്പെക്ടർ ഫിലിപ്പുമുണ്ടായിരുന്നു. നിങ്ങൾ ആരാണ്? ആശ ചോദിച്ചു. ഞങ്ങൾ പാർട്ട്ണർമാരാണ്. വെടിയേറ്റ് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട ഒരാളെ ഒളിവിൽ പാർപ്പിച്ച് ചികിത്സിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു?
ഇത് ഞാൻ അടച്ചു പൊട്ടി സീൽ വയ്ക്കുന്നത് കാണണോ? ചോദ്യം കേട്ട് അവർ വിരണ്ടുപോയി. നിങ്ങളെയും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടും. ഇവനെ പോലൊരു ക്രിമിനലിനെ 9ാം നിലയിൽ ഒളിച്ചു വെച്ചാൽ പോലീസ് കണ്ടുപിടിക്കുകയില്ലെന്ന് കരുതിയോ? ഹോസ്പിറ്റലിന്റെ ഡയറക്ടർമാർക്ക് തലകറക്കമുണ്ടായി. വരാന്തയിൽ കനത്ത ഷൂസുകളുടെ ശബ്ദം കേട്ടു. കൂടുതൽ പോലീസുകാർ അവിടേക്ക് വന്നു. സാർ, മധ്യവയസ്കനും വെളുത്തു ചുവന്ന തൊലിയും തലയിൽ 3/4 ഭാഗം കഷണ്ടി ബാധിച്ചവനുമായ ഡോക്ടർ സംസാരിക്കാൻ ശ്രമിച്ചു. സാർ, ഞാൻ ഡോക്ടർ അലക്സാണ്ടർ. ഈ ഹോസ്പിറ്റലിലെ ചീഫ് സർജനാണ്. എന്റെ വളരെ അടുത്ത സുഹൃത്താണ് ഇയാൾ. അതുകൊണ്ടാണ് ഇയാൾ ഓടി എൻ്റെ അടുത്ത് വന്നത്. വന്നപ്പോഴേ ബോധം കെട്ടുപോയി. എനിക്കിതേ ചെയ്യുവാനുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടെന്തുകൊണ്ട് പോലീസിന് വിവരമറിയിച്ചില്ല? നിങ്ങൾ സത്യസന്ധനായിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നല്ലോ. അത് ഡോക്ടർക്ക് ഉത്തരം മുട്ടി. നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല, ശരിയല്ലേ? പക്ഷെ നിങ്ങളെ കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കും. മിസ്റ്റർ വേലായുധന് ബോധം തെളിഞ്ഞാലുടൻ ഞാൻ കൊണ്ടുപോകുകയാണ്. വാതിൽക്കൽ നിന്ന് CA ഫിലിപ്പിനോട് ആശാദേവി നിർദ്ദേശിച്ചു. പോലീസ് സർജനോട് വരാൻ പറയൂ. ഹോസ്പിറ്റലിലും അറിയിച്ചേക്കൂ സാർ. CA പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തു. ബോധം തെളിഞ്ഞു തുടങ്ങിയ വേലായുധൻ ആ വാക്കുകളാണ് കേട്ടത്. ഇവിടെ നിന്ന് കൊണ്ടുപോയി പോലീസ് കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ താൻ പിന്നെ ജീവിച്ചിരിക്കുകയില്ലെന്ന് നേതാവിന് ഉറപ്പുണ്ടായിരുന്നു. കുറഞ്ഞത് 2 ദിവസമെങ്കിലും അവിടെ തന്നെ കിടക്കണം. അതിനിടയിൽ എന്തെങ്കിലും ചെയ്യണം. ജീവൻ നഷ്ടപ്പെടുന്ന പ്രശ്നമാണ്. തന്റെ പ്രതിച്ഛായയും രാഷ്ട്രീയ ഭാവിയുമെല്ലാം ഇവൾ തുലയ്ക്കും. ഇവളുടെ കുട്ടിയെ കൊന്നതിൽ താനും പങ്കാളിയാണ്. കുറെ പോലീസുകാർ മരണവുമായി മല്ലിടുകയാണ്. ജീവന്റെ വില നേതാവിന് മനസ്സിലായി. അയാൾ ബെഡിൽ നിന്ന് ശക്തിയായി പിടഞ്ഞു. പിന്നെ തറയിലേക്ക് ഉരുണ്ടു വീണു. പ്രതീക്ഷയ്ക്ക് വിപരീതമായി അയാളുടെ മുഖമാണ് മൊസൈക്ക് ഫ്ലോറിൽ ഇടിച്ചത്. മൂക്കിനുള്ളിൽ മുറിവുണ്ടായി. ചോരയൊഴുകി. കാലിലെ വെടികൊണ്ട് പൊട്ടിയ അസ്ഥികളിളകി. ഹൃദയം നടുങ്ങുമാർ ഉച്ചത്തിൽ നേതാവ് നിലവിളിച്ചു. അയാളുടെ മൂക്കിൽ നിന്നും കാലിൽ നിന്നും ചോരയൊഴുകി. തറയിൽ വീണ് പരന്നു. ഡോക്ടർ അലക്സാണ്ടർ തന്റെ അസിസ്റ്റന്റുമാരെയും നഴ്സുമാരെയും വിളിച്ച് വേലായുധന്റെ അടുത്തേക്ക് ചെന്നു. അയാളുടെ വായിലും മൂക്കിലും നിറയെ ചോരയായിരുന്നു. വാതിൽ കടന്നു വന്ന ഡോക്ടർമാരെ കണ്ട് ഡോക്ടർ അലക്സാണ്ടർ പരിഭ്രാന്തനായി നിർദ്ദേശിച്ചു. ട്രിപ്പ്, ബ്ലഡ്, ഓക്സിജൻ. ആശാദേവിക്കും CA ഫിലിപ്പും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഡോക്ടർമാരും നഴ്സുമാരും വേലായുധനെ പൊതിഞ്ഞിരിക്കുന്നു. 10 മിനിറ്റ് നേരത്തേക്ക് മാത്രം. അത് കഴിഞ്ഞപ്പോൾ വേലായുധൻ ശാന്തനായി ബെഡിൽ കിടന്നു. ട്രിപ്പ് സ്റ്റാൻഡിൽ നിന്ന് ബ്ലഡ് അയാളുടെ സിരകളിലേക്ക് ഒഴുകി. ഓക്സിജൻ ട്യൂബ് അയാളുടെ മൂക്കിനുള്ളിലേക്ക്. അയാളുടെ വസ്ത്രങ്ങളിലും മുഖത്തും ചോര. നഴ്സുമാർ തുടച്ചിട്ടും പറ്റിപ്പിടിച്ചിരുന്നു. സാർ, ഈ നിലയിൽ അദ്ദേഹത്തെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണ്ട. അത് അയാളുടെ ജീവന് അപകടമാകും. അവസാനം താങ്കൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം തന്നെ നടക്കാതെ പോകും. 24 മണിക്കൂർ എനിക്ക് തരൂ. ഞാൻ അയാളുടെ പൊട്ടിയ എല്ലുകൾ ഓപ്പറേഷൻ നടത്തി ശരിയാക്കാം. എന്നേക്കാൾ നല്ലൊരു സർജനെ പെട്ടെന്ന് കിട്ടാൻ പാടാണ്. ഡോക്ടർ അലക്സാണ്ടർ പറഞ്ഞപ്പോൾ ആശാദേവി ആലോചിച്ചു. പോലീസ് കസ്റ്റഡിയിൽ കിടന്ന് അയാൾ മരിച്ചാലും കുഴപ്പമാണ്. SP ആശാദേവി ഹോസ്പിറ്റലിന്റെ പാർട്ട്ണർമാരെ നോക്കി. അതുവരെ ഈ ഹോസ്പിറ്റൽ പൂർണ്ണമായും പോലീസ് കസ്റ്റഡിയിലായിരിക്കും. ഇവിടെ വരുന്ന ഓരോ മനുഷ്യനെയും ഞങ്ങൾ പരിശോധിക്കും. പാർട്ട്ണർമാർ സാവധാനം ശിരസിളക്കി. പോലീസ് പുറത്തുപോയപ്പോൾ വേലായുധൻ കണ്ണു തുറന്നു. ഡോക്ടർ അലക്സാണ്ടർ മാത്രം അടുത്തുണ്ടായിരുന്നു. എനിക്ക് മന്ത്രിയെ ലൈനിൽ തരൂ. വേലായുധൻ ഫോണെടുക്കാൻ തുടങ്ങി. ഡോക്ടർ തടഞ്ഞു. തന്റെ ഒരു കളി വിജയിച്ചു. പക്ഷെ ഇനിയൊരു വേലയും നടക്കില്ല. കൊന്നുകളയും ആ SP. ഇപ്പോൾ ടെലിഫോൺ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസാണ്. ഈ ഹോസ്പിറ്റലിന്റെ വാതിലിനകത്തേക്കോ പുറത്തേക്കോ ഒരു ഈച്ച പോയാൽ പോലും അവരറിയും. എന്നാൽ ഡോക്ടർ ഒരു പണി ചെയ്യ്. IG-യെയും മന്ത്രിയെയും വീട്ടിൽ ചെന്ന് വിളിക്ക്. വേലായുധനെ രക്ഷിക്കാൻ പറയ്. 24 മണിക്കൂറില്ലേ, അതിനുള്ളിൽ അവൾക്കൊരു ട്രാൻസ്ഫർ ഓർഡർ കൊടുക്കാൻ പറയ്. ഇത് കണ്ടോ? വേലായുധൻ വിറച്ചുകൊണ്ട് ബെഡിനടിയിൽ നിന്ന് പിസ്റ്റൾ എടുത്തു. അവൾ ഇവിടെ വരുന്ന നിമിഷം വെടിപൊട്ടിക്കും ഞാൻ. പിന്നെ കൊലക്കുറ്റത്തിന് താനൊക്കെ സമാധാനം പറയേണ്ടി വരും. അത് കേട്ട ഡോക്ടർ ഭയന്നുപോയി. പറയാം, ഞാൻ ഉടനെ ലൈറ്റനിങ് കോൾ വിളിക്കാം. ആശാദേവിയിൽ നിന്ന് സംഭവം അറിഞ്ഞ ഡോക്ടർ ബാലചന്ദ്രൻ പൊട്ടിത്തെറിച്ചു. അവൻ നിന്നെ പറ്റിച്ചു. നിന്റെ തലയിലെ ബുദ്ധിയല്ല രാഷ്ട്രീയക്കാരന്റെ തലയിലെ ബുദ്ധി. ഇനി അവന് കൊടുത്തിരിക്കുന്ന 24 മണിക്കൂറിനുള്ളിൽ അവൻ ഇവിടെ എന്തെങ്കിലും ചെയ്യും. ബാലേട്ടാ. ഡോക്ടർ കൈ നിവർത്തി ഭാര്യയുടെ കരണത്തൊന്ന് പൊട്ടിച്ചു. ആ പ്രേമ ജീവിതത്തിലെ ആദ്യത്തെ അടി. ഷോക്കേറ്റതുപോലെ ആശാദേവി തരിച്ചു നിന്നു. എന്റെ മോളെ കൊന്ന അവനെ ശിക്ഷിക്കാൻ നീ സമ്മതിച്ചോ? നിയമത്തിന്റെ പുറകെ പോയിട്ട് നീ എന്താ അവനെ ചെയ്തേ?
എടി SP, നിയമം അനുസരിക്കാനല്ല, അതെങ്ങനെ ബുദ്ധിപൂർവം ലംഘിക്കാമെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയാണ് ഈ പോക്കറുകൾ ചെയ്യുന്നത്. നീ ഇനി എന്നെ തടയണ്ട. നിയമവും കോടതിയും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഡോക്ടർ സംഹാരമൂർത്തിയെപ്പോലെ പുറത്തേക്ക് പോയി. ആശാദേവി ചലനമറ്റു നിന്നു. വൈകുന്നേരം പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിലെ ടെലിപ്രിന്റർ ശബ്ദിച്ചു. SP ആശാദേവിക്ക് അർജന്റ് ട്രാൻസ്ഫർ. ഹൈറേഞ്ചിലെ കഞ്ചാവ് കൃഷിക്കാരെ വേട്ടയാടാൻ വേണ്ടി ആശാദേവിയുടെ വിലപ്പെട്ട സഹായം ഡിപ്പാർട്ട്മെന്റിന് വേണം. ടെലിപ്രിന്റർ മെസ്സേജ് അടിച്ച് തീർന്നയുടനെ IG-യുടെ വയർലെസ് മെസ്സേജും കിട്ടി. അത് അറ്റൻഡ് ചെയ്തപ്പോൾ ആശാദേവിയുടെ ശിരസിലൊരു വെടിപൊട്ടി. ഭൂമി ഒരു തണ്ണിമത്തങ്ങ പോലെ പൊട്ടിപ്പിളർന്നു. അധ്യായം 37. പോലീസ് സൂപ്രണ്ട് ആശാദേവിയുടെ കണ്ണിൽ ഇരുട്ട് കയറി. IG-യുടെ വാക്കുകൾ ഈയം ഉരുക്കി ഒഴിക്കുന്നത് പോലെ ആശാദേവിയുടെ കാതുകളിൽ വന്നു വീണു. ആശാദേവിയുടെ സാഹസ കഴിവുകൾക്ക് ഏറ്റവും യോജിച്ച സ്ഥലമാണ് ഇടുക്കി. അവിടെ കാടുകളിൽ സാമൂഹ്യദ്രോഹികൾ കൊടുകുത്തി വാഴുകയാണ്. ഏക്കറുകളോളം വരുന്ന കഞ്ചാവ് തോട്ടങ്ങൾ, അവിടെ ചരസും ഹാഷിഷും മറ്റു മയക്കുമരുന്നുകളും നിർമ്മിക്കുന്ന ഫാക്ടറികളും അവർ സ്ഥാപിച്ചിരിക്കുന്നു. സമൂഹത്തിന്റെ ഉന്നതികളിൽ വിഹരിക്കുന്ന പകൽ മാന്യന്മാരാണ് അതിന്റെ പിന്നിൽ. അവരെ നേരിട്ട് കീഴ്പ്പെടുത്താൻ ആശാദേവിയുടെ കഴിവുകൾ ഡിപ്പാർട്ട്മെന്റ് ഉപയോഗപ്പെടുത്തുകയാണ്. സാർ, ഇതൊരു പ്രതികാര നടപടിയല്ലേ? മനുഷ്യത്വമില്ലാത്ത പകപോക്കൽ. ആശാദേവി പൊട്ടിത്തെറിച്ചു പോയി. നോ, ഒരിക്കലുമില്ല. മിനിസ്റ്റർക്ക് ആശയെ വലിയ കാര്യമാണ്. ആശയെ പോലെ ധൈര്യശാലിയായ ഒരു ഓഫീസർ ഉള്ളത് ഡിപ്പാർട്ട്മെന്റിൽ അഭിമാനമാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. സാർ, എന്റെ കുഞ്ഞ്, എന്റെ ജീവിതം തന്നെ നശിച്ചു. എനിക്ക് വേണ്ട ഈ IPS-ഉം ഈ ഉദ്യോഗവും. നോ, അങ്ങനെ പറയരുത്. രാജ്യരക്ഷയാണ് നമുക്ക് വലുത്. രാജ്യത്തിന്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സ്വന്തം കഷ്ടനഷ്ടങ്ങൾ ചിലതെല്ലാം മറക്കേണ്ടി വരും. ഏറ്റവും നല്ല ഓഫീസർക്കുള്ള അവാർഡ് ഇത്തവണ ആശാദേവിക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യും, പോരെ? ഇൻസ്പെക്ടർ ജനറൽ ചിരിക്കുന്നു. ആശാദേവിക്ക് ഒരക്ഷരം ശബ്ദിക്കാൻ കഴിയുന്നതിന് മുമ്പ് മെസ്സേജ് നിന്നു. ഹെഡ്ഫോൺ എടുത്ത് വയർലെസ് യന്ത്രം ഇരിക്കുന്ന മേശപ്പുറത്തിട്ട് ആശ മേശപ്പുറത്ത് ആഞ്ഞിടിച്ചു. ഡബിൾസ്, നാസ്റ്റി ക്രീച്ചേഴ്സ്. ആശാദേവി തിരിഞ്ഞപ്പോൾ CA ഫിലിപ്പ് അവിടേക്ക് വന്നു. SP-ക്ക് ട്രാൻസ്ഫർ ആണെന്നറിഞ്ഞ അയാളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. കിട്ടി ശിക്ഷ. എന്റെ ജീവന്റെ ജീവനും ചോരയുടെ ചോരയും ഒരു മാംസ കഷ്ണമായി കിടക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ? ആ ക്രിമിനലുകളെ ഇനി പിടിക്കേണ്ടെന്ന്. എന്റെ സ്ഥിതി ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ മരവിച്ചു നിന്നുപോയി. ഇനി എനിക്ക് പോലീസ് അവാർഡിന് റെക്കമെൻഡ് ചെയ്യാമെന്ന് എനിക്ക് പറയാൻ നേരം കിട്ടിയില്ല. വേണ്ട, എനിക്ക് യൂണിഫോം ഇതിടാനുള്ള യോഗ്യത എനിക്കില്ല. CA ഫിലിപ്പിന് ഉമിനീരിറക്കാൻ കൂടി കഴിഞ്ഞില്ല. കരയാതിരിക്കാൻ പണിപ്പെട്ടുകൊണ്ട് ആശാദേവി കസേരയിലിരുന്നു. DYSP ശേഖർ തന്റെ കസേരയിലിരുന്ന് അട്ടഹസിക്കുന്നതായി തോന്നി. മേശപ്പുറത്ത് കാലുകൾ പിണച്ചു വെച്ച് ചുരുട്ട് കടിച്ചു പിടിച്ച് മേശ പിരിച്ചയാൾ പരിഹസിക്കുന്നു. 2 സ്ത്രീകൾ ഇരുവശത്തു നിന്നും പ്രേമപുരസരം തടവുന്നു. ഇടയ്ക്കിടെ ചുരുട്ടിന്റെ തീ അയാൾ അവളുടെ ശരീരത്തിൽ കുത്തുന്നു. വേദന കൊണ്ടവർ പുളയുമ്പോൾ അയാൾ സന്തോഷത്തോടെ കുലുങ്ങിച്ചിരിക്കുന്നു. ബാസ്റ്റേഡ്. ആശാദേവി പല്ലിഞ്ഞരിച്ചു. മുന്നിലിരുന്ന ടെലിഫോൺ ബെല്ലടിച്ചു. യെസ് SP, ഞാനൊരു DYSP ആണേ, ശേഖരൻ. മറുവശത്തു നിന്നും ശബ്ദം. കൺഗ്രാജുലേഷൻ, നിങ്ങൾ തന്നെ വിജയിച്ചു. താങ്ക് യു. ജയിക്കാൻ വേണ്ടിയല്ലേ മോളെ ആണുങ്ങൾ കളിക്കുന്നത്? യു ബാസ്റ്റേഡ്. ആശാദേവി പല്ലിഞ്ഞരിച്ചു. താങ്ക് യു. ഇനി പൊന്നുമോൾക്ക് ഹൈറേഞ്ചിൽ പോയി കുറെ കളിക്കാം. അവിടെയുണ്ടല്ലോ അസൽ കാടന്മാരാ. ശരീരം സൂക്ഷിച്ചോണം. ബി വെരി കെയർഫുൾ. പെട്ടെന്ന് ലൈൻ കട്ടായി. അയാളെ മുന്നിൽ കിട്ടിയാൽ ഒറ്റയടിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു ആശാദേവിക്ക്. റിസീവർ വെച്ച ഉടനെ മണിയടിക്കാൻ തുടങ്ങി. യെസ്, ഹി. നിന്റെ ചേട്ടനാ മഹേഷ് കുമാർ. എന്റെ അധികാരം നിനക്ക് മനസ്സിലായില്ലേ? മഹേഷിന്റെ പരിഹാസം. ആശാദേവി ഫോൺ താഴെ വെച്ചു. വീണ്ടും മണിയടി. ആശാദേവി ഫോൺ എടുത്ത ഉടനെ മറുവശത്തു നിന്നും ശബ്ദം കേട്ടു, മന്ത്രിക്കുന്നത് പോലെ. ഗിരീഷ് ചോപ്ര. നിന്നെ മാത്രം സ്വപ്നം കണ്ടിരുന്നവൻ, തേറ്റപ്പല്ലുള്ള ചോപ്ര. ഓ മൈ സ്വീറ്റ്. ആ ശബ്ദം അവസാനിക്കുന്നതിന് മുമ്പ് ആശാദേവി ഫോൺ താഴെ വെച്ചു. ടെലിഫോണിലൂടെ വെടിവെച്ചു കൊല്ലാൻ കഴിയുമായിരുന്നെങ്കിൽ ആശാദേവി ആ ക്ഷണം അവരെ കൊല്ലുമായിരുന്നു. എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ഫോൺ മണി വീണ്ടും അടിച്ചു. ഏത് ചെകുത്താനാണിനി എന്ന് കാതോർത്ത് നിൽക്കുമ്പോൾ മറുവശത്തു നിന്നും
ആദരവോടെ ചോദ്യം. എസ് പി ആശാദേവിയാണോ? യെസ്, പറയൂ, നിങ്ങളാരാണ്? ഭാഗ്യം, ഇത് മറ്റാരോ ആണ്. ഹി ഹി ഹി. ഒരു ഊളൻ ചിരി. ഒരു വട്ടനാണേ, ഭ്രാന്തൻ. ഡോക്ടർ ശിവപ്രസാദ് എന്ന പേര്. അയ്യോ, എന്റെ കൈ. നിന്റെ കെട്ടിയവൻ തല്ലിപ്പൊളിച്ചതാ. അവനൊരു റിപ്പറ അല്ലേ? നീ കാട്ടിലേക്ക് പോകുമ്പോ അവനെ ഭ്രാന്തൻ ഡോക്ടർ വെറുതെ വിടൂല്ല എന്ന് പറയണോട്ടോ. നിന്റെ മോള് സ്വർഗത്തിലിരുന്ന് കരയുക, ഡാഡിയെ കണ്ടില്ല എന്നും പറഞ്ഞ്. അവനെ ഞാൻ സ്വർഗത്തിലേക്ക് വിടട്ടെ? നല്ല കാര്യമല്ലേ? യു ബാസ്റ്റഡ്. ആശാദേവി അലറിക്കൊണ്ട് ഫോൺ റിസീവർ ക്രാഡലിലിട്ടു. അത് പൊട്ടിച്ചിതറിപ്പോയി. അവർ റിവോൾവർ എടുക്കുന്നത് കണ്ട് വെളിയിലുണ്ടായിരുന്ന CA ഫിലിപ്പും പോലീസുകാരും ഭയന്നുപോയി. ഓഫീസിന്റെ ജനലിലേക്ക് ചാടിക്കയറിയ ഒരു കറുത്ത പൂച്ച ഭീകരമായ രീതിയിൽ കരഞ്ഞു. ഹോസ്പിറ്റലിൽ വേലായുധന്റെ VIP റൂം. ബെഡിലിരുന്ന് ഒരു പെഗ് മദ്യം കഴിക്കുകയായിരുന്നു വേലായുധൻ. അയാളുടെ മുന്നിൽ ഹോസ്പിറ്റലിലെ 4 പാർട്ട്നേഴ്സും ഉണ്ടായിരുന്നു. പെട്ടെന്ന് വാതിൽ തുറന്ന് ഡോക്ടർ അലക്സാണ്ടർ അവിടേക്ക് വന്നു. രക്ഷപ്പെട്ടളിയ, അവളെ നാടുകടത്തി, ഇടുക്കിയിലേക്ക്. മിനിസ്റ്ററുടെ സെക്രട്ടറി എന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു. കുറെ നേരമായി ലൈൻ കിട്ടാതിരിക്കുകയായിരുന്നു. നേരോ? കാലിന്റെ വേദന മറന്ന നേതാവ് വേലായുധൻ ചാടി എഴുന്നേറ്റു. അതെ, നേര്. ഓ ഗോഡ്. വേലായുധൻ ഡോക്ടർ അലക്സാണ്ടറെ കെട്ടിപ്പിടിച്ചു. പിന്നെ തുള്ളിച്ചാടി മുറിയിലൂടെ ഓടി. ഇനി എനിക്ക് കാവൽ നിൽക്കുന്ന പോലീസുകാരോടൊക്കെ പോകാൻ പറ. അവന്മാരുടെ പേരും നമ്പരും കൂടി അറിഞ്ഞു വെച്ചോ. ഞാൻ കാണിച്ചു കൊടുക്കാം കളി. വേലായുധൻ വീണ്ടും തുള്ളിച്ചാടി. പൊട്ടിച്ചേ, നമ്മൾ പൊട്ടിച്ചേ, ആശാദേവിയെ പൊട്ടിച്ചേ. ഹോയ് ഹോയ്. നേതാവിന്റെ ചാട്ടം കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു പോയി. ഗ്ലാസിൽ മദ്യം പകർന്നുകൊണ്ട് അയാൾ വീണ്ടും നൃത്തം ചെയ്തു. പെട്ടെന്ന് വാതിൽ തുറന്നടഞ്ഞു. ആശാദേവി. അവർക്ക് ഒന്നമ്പരക്കാൻ കൂടി കഴിയും മുമ്പ് അടി വീണു. വേലായുധൻ കറങ്ങി താഴെ വീണു. വെടികൊണ്ട കാലും വലിച്ചുകൊണ്ടയാൾ പിന്നോട്ടിഴഞ്ഞു. ആശാദേവി അവനെ എടുത്തുയർത്തി മദ്യവും ഗ്ലാസുകളും വെച്ചിരുന്ന ടീപ്പോയ്ക്ക് മുകളിലേക്കിട്ടു. നടുവടിഞ്ഞതുപോലെ വേലായുധൻ നിലവിളിച്ചു. ഡോക്ടർ അലക്സാണ്ടറും മറ്റുള്ളവരും ആശാദേവിയെ പിന്നിൽ നിന്ന് പിടിച്ചു. ആശാദേവി അവരെ കുടഞ്ഞെറിഞ്ഞു. ആശാദേവി, അയാൾ എന്റെ രോഗിയാണ്. ഡോക്ടർ അലക്സാണ്ടർ അവരെ തടഞ്ഞു. അയാളുടെ മുഖമടച്ചൊരടി കിട്ടി. നീ ഒരുത്തനാണ് ഈ പട്ടിയെ രക്ഷിച്ചത്. ആശാദേവി വിറച്ചുകൊണ്ട് വേലായുധന്റെ നേരെ തിരിഞ്ഞു. എഴുന്നേൽക്കാൻ തുടങ്ങിയ അവനെ ചവിട്ടിമറിച്ചിട്ടു. റിവോൾവർ തപ്പി. ഉറയിൽ കണ്ടില്ല. ഡോക്ടർമാരിൽ ഒരുവന്റെ കയ്യിൽ അത് കണ്ടു. തന്നെ പിടിച്ചതിനിടയിൽ അവനത് കൈക്കലാക്കി. ആശാദേവി ഒറ്റമറച്ചിലിന് അവനെ തൊടിച്ചു. തെറിച്ചു വീണ തോക്കെടുത്തുകൊണ്ട് വേലായുധന്റെ നേരെ കുതിച്ചു. എഴുന്നേൽക്കാൻ ശ്രമിച്ച അവനെ AC മുകളിലേക്ക് അടിച്ചു വീഴ്ത്തി. മൂക്കിലൂടെ ചോര ഒഴുക്കിക്കൊണ്ട് തിരിഞ്ഞ നേതാവിന്റെ നേരെ SP ആശാദേവി റിവോൾവർ ചൂണ്ടി. ബാസ്റ്റഡ്. ആശാദേവി പല്ല് ഞെരിച്ചുകൊണ്ട് ചൂണ്ടുവിരൽ ട്രിഗറിൽ അമർത്തി. അയ്യോ. വേലായുധൻ നിലവിളിച്ചു. അധ്യായം 38. വേലായുധന്റെ നിലവിളി അവസാനിക്കുന്നതിന് മുമ്പ് ആശാദേവി പല്ല് ഞെരിച്ച് റിവോൾവറിന്റെ ട്രിഗർ വലിച്ചു. വെടി പൊട്ടിയില്ല. വീണ്ടും അത് ആവർത്തിച്ചപ്പോൾ ആശ റിവോൾവർ തുറന്നു നോക്കി. കാട്രിഡ്ജുകളില്ല. ആശ തിരിഞ്ഞ് തോക്ക് കൈവശം വെച്ചിരുന്നവനെ നോക്കി. വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ അവൻ ബെഡിനടിയിലേക്ക് എറിഞ്ഞത് കാട്രിഡ്ജുകളാണെന്ന് ആശാദേവിക്കുറപ്പായി. ആ ക്ഷണം വേലായുധൻ ആശയെ തള്ളിമാറ്റി പുറത്തേക്കോടി. പിന്നാലെ ആശയും. പുറത്തിറങ്ങും മുമ്പേ വെടിയുണ്ടകൾ മാറ്റിയവനിട്ട് ഒരടി കൊടുക്കാനും ആശ മറന്നില്ല. അവൻ പഴയപടി മറിഞ്ഞു വീണു നിലവിളിയോടെ. വയറ്റിൽ കൈയമർത്തിക്കൊണ്ട് വേലായുധൻ ലിഫ്റ്റിനടുത്തേക്ക് ഓടിച്ചെന്നു. ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു ലിഫ്റ്റ്. ലിഫ്റ്റ് മുകളിലേക്ക് വരാനുള്ള സ്വിച്ച് അമർത്തിയപ്പോൾ ഗേറ്റിനകത്ത് ഉരുക്കുവടം ചലിക്കുന്നത് കണ്ടു. പിന്നിൽ ആശാദേവിയുടെ ബോട്ടിന്റെ ശബ്ദം കേട്ട് അയാൾ ഭയന്നുപോയി. ലിഫ്റ്റ് 2 നിലയെ എത്തിയുള്ളൂ. ഇനിയും 7 നില കൂടി പിന്നിടുമ്പോഴേക്കും അവർ തന്നെ പിടികൂടുമെന്ന് ഭയന്ന വേലായുധൻ സ്റ്റെയർ കേസിലൂടെ ഓടി. അതിവേഗം താഴേക്കോടിയ അയാളുടെ വെടികൊണ്ട കാൽ ഭിത്തിയിൽ മുട്ടി. അയാൾ മുന്നിലേക്ക് തെറിച്ചു വീണ് സ്റ്റെയർ കേസിലൂടെ ഉരുണ്ടു. ഒരു നിലവിളി താഴേക്ക് പോയി. നേരെ താഴെയുള്ള നിലയിലെ സ്റ്റെയർ കേസിനടുത്ത് വേലായുധൻ ഭിത്തിയിൽ തട്ടി നിന്നു. എഴുന്നേൽക്കാൻ തുടങ്ങിയ അയാൾ ആശാദേവിയുടെ ബൂട്ട്സിന്റെ ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കും മുമ്പ് മുഖത്ത് ചവിട്ട് കിട്ടി. അമ്മോ. അയാൾ നിലവിളിച്ചു പോയി. SP ആശാദേവി അയാളുടെ കോളറിൽ പിടിച്ചുയർത്തും മുമ്പ് ഡോക്ടർ അലക്സാണ്ടർ ഓടി വന്നു. സാർ, അദ്ദേഹത്തെ ഉപദ്രവിക്കരുത്. 24 മണിക്കൂർ സമയം സാർ എനിക്ക് തന്നിട്ടുള്ളതാണ്. ഡോക്ടർ അപേക്ഷിച്ചു.
അതിനിടയിൽ ഈ റാസ്കൽ വേല വെച്ചില്ലേ? ആശാദേവി മുരണ്ടു. ആഷയുടെ അടികൊണ്ട പാർട്ട്നേഴ്സും ഓടി വന്നു. സ്റ്റെയർ കേസുകളിലും വരാന്തകളിലും നിന്ന് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. CA ഫിലിപ്പ് ഓടി വരുന്നുണ്ടായിരുന്നു. ഇവർക്ക് എന്നെ തല്ലാൻ എന്താണ് അധികാരം? ഭിത്തിയിൽ ചാരി നിന്നുകൊണ്ട് വേലായുധൻ ചോദിച്ചു. സംസാരിച്ചപ്പോൾ അയാളുടെ വായിൽ നിന്ന് ചോരയൊഴുകി. ഇവരിപ്പോൾ ഇവിടുത്തെ SP അല്ല, ഇവർക്ക് ട്രാൻസ്ഫറായി. ഇനി എന്നെ തൊട്ടാൽ ഇവളുടെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. ഞാൻ ആരാണെന്ന് ഇനിയും ഇവൾക്ക് മനസ്സിലായിട്ടില്ല. അത് കേട്ട് ആശാദേവിയുടെ മുഖം ചുവന്നു. അവർ കെയിൻ കൊണ്ട് അയാളുടെ വയറ്റിൽ ഒരു കുത്തു കൊടുത്തു. നീ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണണം. എന്നെ ട്രാൻസ്ഫറാക്കിയതിൻ്റെ സന്തോഷത്തിലാണ് നീ അല്ലേ? എന്നാൽ ഞാനിതുവരെ എൻ്റെ ചാർജ് വിട്ടിട്ടില്ല. നിന്നെ അറസ്റ്റ് ചെയ്യാതെ ഞാൻ പോകത്തുമില്ല. കുത്തുകൊണ്ട് നിലവിളിക്കുന്നതിനിടയിൽ വേലായുധൻ അലറി. എടി കഴിവേറി, നിന്നെ ഞാൻ കൊല്ലും. ഇതിനൊക്കെ എണ്ണി എണ്ണി ഞാൻ പകരം ചോദിക്കും. വേലായുധൻ SP യെ അടിച്ചു. ആശാദേവി ഒരു വശത്തേക്ക് ഒഴിഞ്ഞു മാറി. ഉടനെ CA ഫിലിപ്പ് വന്ന് സല്യൂട്ട് ചെയ്തു. SP യെ അടിച്ച കയ്യിൽ പിടിച്ച് ഫിലിപ്പ് മുന്നോട്ട് തിരിച്ച് ഭിത്തിയുടെ നേരെ തള്ളി. അയാൾ ഭിത്തിയിൽ മുതുകടിച്ചു നിന്നു. ആരെയാടാ റാസ്കൽ നീ ചീത്ത വിളിച്ചത്? സാറിന് ട്രാൻസ്ഫർ ഓർഡർ ഉണ്ടെങ്കിൽ എനിക്കില്ലടാ. കലികൊണ്ട് വിറച്ച CA ഫിലിപ്പ് വിസിലെടുത്ത് ഊതി. ആ ശബ്ദം കേട്ടവർ നടുങ്ങിപ്പോയി. തലച്ചോറിൽ ബോട്ടുകളുടെ ശബ്ദം പ്രതിധ്വനിച്ചു. ഫിലിപ്പ് വേലായുധനെ 2 കൈയും ഉപയോഗിച്ച് മർദ്ദിച്ചു. അയാൾ നിലവിളിച്ചു. അയ്യോ സാർ, അദ്ദേഹം ചത്തുപോകും. എൻ്റെ പേഷ്യൻ്റാണ്. ഡോക്ടർ അലക്സാണ്ടർ പരിഭ്രാന്തനായി പിടിക്കാൻ ചെന്നു. ഡോക്ടർക്കും കിട്ടി ഫിലിപ്പിന്റെ ഇടി. ഇടിയേറ്റ് ഫിലിപ്പിന്റെ കാൽച്ചുവട്ടിൽ വേലായുധൻ തലകുത്തി വീണു. അയാളുടെ കോളറിന് പിടിച്ചുയർത്തിക്കൊണ്ട് ഫിലിപ്പ് അലറി. നിന്നെയൊക്കെ ജീവനോടെ വെച്ചേക്കാൻ പാടില്ല. അല്പം മനുഷ്യത്വം കാണിച്ചതാണ് SP സാർ ചെയ്ത തെറ്റ്. സാറിന്റെ പിഞ്ചു കുഞ്ഞിനെ കൊന്നു തിന്നില്ലേടാ പട്ടി നീ. ഫിലിപ്പ് പുറം കൈകൊണ്ട് അയാളുടെ കരണത്തൊന്ന് കൊടുത്തു. ഫുട്ബോൾ പോലെ അയാളുടെ ശിരസ് തിരിഞ്ഞു മറിഞ്ഞു. അയാളുടെ വായിലെ ചോര ഭിത്തിയിൽ തെറിച്ചു വീണു. കള്ള അഭിനയം കൊണ്ട് ഇത്രയും നേരം നീ കഴിഞ്ഞു. നൗ യു ആർ അണ്ടർ അറസ്റ്റ്. നിന്നെ കൊണ്ടുപോയി ഡിപ്പാർട്ട്മെന്റ് ചിലവിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചികിത്സിച്ചോളാം. അസുഖമുള്ളവനാണോടാ മദ്യപിക്കുന്നത്? ചോരയുടെ ഗന്ധത്തേക്കാൾ മദ്യത്തിന്റെ ഗന്ധമാണല്ലോടാ നിന്റെ വായിൽ നിന്നും വരുന്നത്. വേലായുധൻ പതറിപ്പോയി. പോലീസുകാർ ഓടി വന്നു. CA ഫിലിപ്പ് വേലായുധനെ പോലീസുകാരുടെ മുന്നിലേക്ക് തള്ളി. ഇവനെ വണ്ടിയിൽ കയറ്റി. യെസ് സാർ. പോലീസുകാർ വേലായുധനെ തൂക്കിയെടുത്തു. സാർ. ഡോക്ടർ അലക്സാണ്ടറും ഹോസ്പിറ്റൽ പാർട്ട്നേഴ്സും അത് കണ്ട് ഭയന്നുപോയി. ഷട്ടപ്പ് ബാസ്റ്റേഡ്, CI അലറി. നിന്റെ ഈ ആശുപത്രി ഞാൻ അടച്ചുപൂട്ടും. ഇവിടെ നടക്കുന്ന വ്യഭിചാരത്തെപ്പറ്റിയും നാർക്കോട്ടിക് ബിസിനസ്സിനെ പറ്റിയും എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. അത് കേട്ട ക്ഷണം ഡോക്ടർ കൂടിയായ ഒരു പാർട്ട്ണർ ബോധം കെട്ട് വീണു. ആശാദേവി അവിടെയുള്ളപ്പോൾ തനിക്ക് തന്റെ മകളെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ പറ്റുകയില്ലെന്ന് ഡോക്ടർ ബാലചന്ദ്രന് ഉറപ്പുണ്ടായിരുന്നു. അവൾ ഏതെങ്കിലും തരത്തിൽ തന്നെ തടയും. ഹൈറേഞ്ചിലേക്ക് ആശയ്ക്ക് ട്രാൻസ്ഫർ കിട്ടിയത് ഉചിതമായെന്ന് ഡോക്ടർ വിശ്വസിച്ചു. ആ കൊലയാളികളെ നിയമം കൊണ്ട് നേരിടാൻ പ്രയാസമാണ്. തോക്കുകൊണ്ട് തന്നെ നേരിടണം. കൊന്നു കൊല വിളിക്കണം. അത്തരം ക്രിമിനൽസ് ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല. ഡോക്ടർ തീരുമാനിച്ചു. തന്റെ ഗീതമോളെ ജീപ്പ് തട്ടിത്തെറിപ്പിച്ച് ചക്രങ്ങളെ കയറ്റിയരച്ച രംഗം അദ്ദേഹത്തിന്റെ മനസ്സിൽ അനുനിമിഷം തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. കൊല്ലും, കൊല്ലും ഞാൻ. എന്റെ മോടെ ചോര കുടിച്ച എല്ലാ നായ്ക്കളെയും ഞാൻ കൊല്ലും. ഡോക്ടർ ബാലചന്ദ്രൻ ദിവസത്തിൽ 10 പ്രാവശ്യമെങ്കിലും അത് ആവർത്തിച്ചിട്ടുണ്ടാവും. ആശാദേവി വന്നപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടർ ബാലചന്ദ്രൻ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. ഭേഷ്, നേതാവ് നന്നായി കളിച്ചു. അമ്പരന്ന് നിൽക്കുന്ന ഭാര്യയെ നോക്കി ഡോക്ടർ പറഞ്ഞു. അവനെ പിടിച്ചാലും നീ എന്തു ചെയ്യും? നാളെ പുതിയ SP വരും, അവരുടെയാള്. പിന്നെ വേലായുധന്റെ ഒരു പൂട പോലും പറിക്കാൻ CA ഫിലിപ്പിന് കഴിയില്ല. അറിയാമോ നിനക്ക്? ഇന്നത്തെ കളിക്ക് അയാളുടെ തലയിൽ തൊപ്പി കാണുകയില്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ തൊപ്പിയിരിക്കുന്ന തലകൂടി കണ്ടെന്ന് വരില്ല. എന്താ സംശയമുണ്ടോ നിനക്ക്? ആശാദേവി മറുപടി പറഞ്ഞില്ല. ഞാനവനെ കൊന്നേനെ, ഒറ്റ വെടിക്ക്. നീ ഒരുത്തിയാണത് തടഞ്ഞത്. ആഷയുടെ മുഖത്ത് കൈ ചൂണ്ടി ബാലചന്ദ്രൻ വിറച്ചു. ബാലേട്ടന് കൊല്ലാൻ അധികാരമില്ല, ആശാദേവി പറഞ്ഞു കർശനമായി. പിന്നെ ആ പരട്ട നേതാവിനും മറ്റേ കഴിവേറുകൾക്കുമാണോടി കൊല ചെയ്യാൻ അധികാരമുള്ളത്? അവരെ ശിക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ട്. എന്നിട്ട് നീയും നിന്റെ നിയമവും കൂടി എന്തോ ഉണ്ടാക്കി എന്റെ കുഞ്ഞിനെ കൊന്നു തിന്നതല്ലാതെ. അതെ, ഞാൻ തോറ്റു.
ഞാൻ ഈ യൂണിഫോം അഴിച്ചു വെക്കുകയാണ്. മടുത്തു, ആശാദേവി പറഞ്ഞു. കേമമായി. എന്തിനാടി ഇത്രകാലം നീ ഈ യൂണിഫോം അണിഞ്ഞത്? ആരെ നന്നാക്കാൻ? എന്റെ കുടുംബം തകർക്കാനോ? ബാലേട്ട, അതെ, നീയാണെന്നെ നശിപ്പിച്ചത്. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് ഞാൻ കെട്ടിപ്പടുത്ത എന്റെ കുടുംബം നീ തകർത്തു. എല്ലാം തകർത്തിട്ട് നീ കൈയൊഴിയുന്നു. ഒന്നും നേടാതെ യൂണിഫോം അഴിച്ചു വെക്കുന്നു. ഇതിനാണോ ഇത്രയും കാലം ഞാൻ പുരുഷനായി ജീവിച്ചത്? ഒരു നായിന്റെ മുന്നിലും തോൽക്കാത്തവനാണ് ബാലചന്ദ്രൻ. പഴയ കഥകൾ നീ മറന്നിട്ടില്ലല്ലോ. നീ എന്നെ തോൽപ്പിച്ചു. ഇനി എനിക്ക് ജീവിക്കണ്ട. ഡോക്ടർ ബാലചന്ദ്രൻ റിവോൾവർ എടുത്ത് ശിരസിൽ കൊള്ളിച്ചു. ബാലേട്ട, വെടി പൊട്ടുന്നതിന് മുമ്പ് ആഷ തോക്ക് ചാടിപ്പിടിച്ചു. എന്നെ കൊന്നുകളയോ ബാലേട്ട. ശിക്ഷിക്കേണ്ടത് എന്നെയാണ്. ഞാൻ ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നീ പുതിയ സ്ഥലത്ത് ചാർജ് എടുക്കണം. സമ്മതിച്ചു. ആഷ കരഞ്ഞുപോയി. നമ്മൾ തോറ്റുകൊടുക്കാൻ പാടില്ല. അവസാന നിമിഷം വരെ നമ്മൾ പൊരുതും. ശരി. ആഷയെ അകലേക്ക് മാറ്റുന്നതിന് പിന്നിൽ ഡോക്ടർ ബാലചന്ദ്രന് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. പിറ്റേ ദിവസം അവർ ഹൈറേഞ്ചിലേക്ക് പുറപ്പെട്ടു. ഡോക്ടർ ബാലചന്ദ്രനാണ് ജീപ്പ് ഓടിച്ചത്. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കാട്ടിലേക്ക് പ്രവേശിച്ചു. ഒരിടത്ത് റോഡിൽ കല്ലുകൾ ഉരുട്ടിയിട്ട് വഴി തടഞ്ഞിരിക്കുന്നത് കണ്ടു. ഡോക്ടർ സംശയത്തോടെ ജീപ്പ് നിർത്തി. ചുറ്റും കൊടുങ്കാട്, ചീവീടുകളുടെ ശബ്ദം. ഇറങ്ങി വാ, ഉരുട്ടി മാറ്റാം. ഡോക്ടർ ബാലചന്ദ്രൻ SP ആശാദേവിയെ വിളിച്ചു. ആശ ഇറങ്ങിച്ചെന്നു. പെട്ടെന്ന് കാട്ടുപള്ളികളുടെ ഇടയിലൊരു ഇളക്കം. മാരകായുധങ്ങളുമായി കുറെ ആളുകൾ അവരെ വളഞ്ഞു. കാട്ടിൽ നിലവിളിച്ചാൽ കേൾക്കാനൊരു മനുഷ്യജീവി പോലുമില്ല. അധ്യായം 39. കെണിവെച്ചു കാത്തിരുന്ന വേട്ടക്കാരെ പോലെയായിരുന്നു അവരുടെ പ്രവൃത്തി. റോഡിൽ കല്ലുകൾ വെച്ച് തടസ്സം സൃഷ്ടിച്ച ശേഷം റോഡിന്റെ മറുവശത്തുള്ള കാട്ടുപൊന്തകൾക്കിടയിലും മറുവശത്തുള്ള കാടിനിടയിലും പതിയിരിക്കുകയായിരുന്നു അവർ. ഇരുവശങ്ങളിൽ നിന്നും കുതിച്ചെത്തിയവരെ ഡോക്ടർ ബാലചന്ദ്രൻ വ്യക്തമായി കണ്ടു. അവർ 8 പേരുണ്ടായിരുന്നു. റൗഡികളെന്നോ ജയിൽ ചാടിവന്ന കൊലയാളികളാണെന്നോ ഒറ്റ നോട്ടത്തിൽ തോന്നിക്കുന്നവർ. താടിയുള്ളവരും മീശയും താടിയും തീർത്തും പഠിച്ചവരും തലമൊട്ടയടിച്ചവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ചില സിനിമകളിൽ കാണുന്ന വില്ലന്മാരെ പോലെ അവർ കയ്യിലുള്ള വടിവാളുകളും സൈക്കിൾ ചെയിനും വടിയും കറക്കിക്കൊണ്ടിരുന്നു. ആ ആയുധങ്ങളുടെ വായുവിലുള്ള പുളച്ചിലായിരുന്നു ചീവീടുകളുടെ ശബ്ദമൊഴിച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ശബ്ദം. ഒരു നേർത്ത ഇരമ്പൽ പോലും കേൾക്കാനില്ലായിരുന്നതിനാൽ വാഹനങ്ങളൊന്നും ആ വഴി വരുന്നില്ലെന്ന് ഡോക്ടർ ബാലചന്ദ്രൻ ഉറപ്പായി. അവരുടെ കൈകളിലും മുഖത്തും മുറിവുകൾ ഉണങ്ങിയ വടുക്കളുണ്ടായിരുന്നു. അതിൽ നിന്നും അവർ സ്ഥിരമായി ആയുധം കൊണ്ട് കളിക്കുന്നവരാണെന്ന് ഡോക്ടർ ഉറപ്പായി. ആശാദേവി തനിക്ക് ലഭിച്ച ആദ്യ സ്വീകരണം കണ്ടമ്പരന്നു പോയി. ഒന്ന് നിലവിളിച്ചാൽ കൂടി ആരും അറിയില്ല. IG പറഞ്ഞ കാട്ടിലെ കൊള്ളക്കാർ, കഞ്ചാവും ചരസും കള്ളക്കടത്തും കൊലപാതകവും തൊഴിലാക്കിയവർ. താൻ വരുന്നുവെന്ന് അവർക്ക് മുൻകൂട്ടി അറിവ് കിട്ടി. കാട്ടിലേക്ക് കടത്താതെ തിരിച്ചയക്കാനാണ് പദ്ധതി. ആശാദേവിയുടെ കൈ സാവധാനം റിവോൾവറിന്റെ ഉറയിലേക്ക് നീങ്ങി. ഡോക്ടർ അവരെ ശ്രദ്ധിക്കാതെ ഒരു കല്ലുരുട്ടി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ചെയിൻ കറങ്ങി കല്ലിൽ വീണു. കൈ പിൻവലിച്ചത് കൊണ്ടാണ് അടി കിട്ടാതിരുന്നത്. നിങ്ങൾ ആരാണ്? ഡോക്ടർ അയാളോട് ചോദിച്ചു. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അതിന് മറുപടി എന്നോണം അയാൾ ഡോക്ടറുടെ മുഖത്തേക്ക് ചെയിൻ വീശിയടിച്ചു. ലോങ് ട്രിപ്പായതുകൊണ്ട് ഡോക്ടർ കയ്യിൽ ഗ്ലൗസ് ധരിച്ചിരുന്നു. ചെയിനിൽ അദ്ദേഹം പിടിച്ചു. ഇരുവരും ചെയിനിൽ ബലാബലം നോക്കി. അതേസമയം മീശ പഠിച്ച ഒരുവൻ ആഷയെ നോക്കി കണ്ണിറക്കി. പിന്നെ വടി ഒരു പ്രത്യേക രീതിയിൽ കറക്കി. വീശി വന്ന വടിയുടെ തലയ്ക്കൽ ആഷ പിടിച്ചു. ആ ക്ഷണം വടിവാൾ കഴുത്തിനു നേരെ വന്നു. ആശാദേവി വടി വലിച്ചു നീട്ടി തടുത്തു. താഴേക്കിരുന്നു കൊണ്ട് വടി രണ്ടായി മുറിഞ്ഞു. ഒരു കഷണം കയ്യിൽ കെട്ടി. 2.5 അടിയോളം നീളമുള്ള അതുകൊണ്ട് SP അവരെ നേരിട്ടു. പൊരിഞ്ഞ അടിയായിരുന്നു. പിന്നെ ഒരുവൻ ആശാദേവിയെ ചവിട്ടി വള്ളിപ്പടർപ്പുകളിലേക്കിട്ടു. ഒരു കൊക്കയിലേക്ക് വീഴുന്നത് പോലെയാണ് ആശാദേവിക്ക് തോന്നിയത്. വള്ളികൾക്കിടയിലൂടെ താഴെ വീണപ്പോൾ തലയിൽ ആഞ്ഞു പതിക്കുന്ന വടിവാൾ കണ്ടു. ഒരു നിമിഷം കൊണ്ട് വള്ളിപ്പടർപ്പ് ചീന്തിത്തെറിച്ച് SP തലയിലേക്ക് വീണു. ആഷ കയ്യിലിരുന്ന വടി അവന്റെ നെറ്റി നോക്കി എറിഞ്ഞു. അവന്റെ മുഖത്ത് കൊണ്ട വടി തിരിച്ച് ആഷയുടെ നേരെ വന്നു. മുഖത്തടി കൊണ്ട് അവൻ കണ്ണുകൾ പൊത്തി. ചോര കൈവിരലുകൾക്കിടയിലൂടെ ഒഴുകി. വടിവാൾ വള്ളികൾക്കിടയിലൂടെ ഊർന്ന് താഴേക്ക് വീണു. ഞൊടിയിട കൊണ്ട് ആശാദേവി അത് കൈക്കലാക്കി. പിന്നീട് യുദ്ധം എളുപ്പമായിരുന്നു. പീതാൾ തണ്ടുകൾ വെട്ടേറ്റ് തെറിച്ചു വീണു.
പൈശാചികമായ രീതിയിൽ ഡോക്ടർ അവരെ ആക്രമിച്ചു. ആളുകളെ ഭയപ്പെടുത്തിയും ആയുധങ്ങൾ കാട്ടിയും ദ്രോഹിച്ചിട്ടുള്ള പരിചയമേ അവർക്കുള്ളുവെന്നും യുദ്ധമുറയിൽ അവർ തികഞ്ഞ പരാജയമാണെന്നും ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ ഡോക്ടർ ബാലചന്ദ്രന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരെ നേരിടാൻ എളുപ്പവുമായിരുന്നു. പീതാൾ കാടുകൾക്കിടയിൽ വെള്ളവും ചെളിയുമുണ്ടായിരുന്നു. ചെറിയൊരു അരുവി അതിലൂടെ അടുത്തുള്ള കലുങ്കിലേക്കൊഴുകുന്നുണ്ടായിരുന്നു. അടിയേറ്റ ഗുണ്ടകൾ അരുവിയിലൂടെ ഓടിപ്പോയി. വടിയുമായി വന്നവനെ ഡോക്ടർ എറിഞ്ഞു വീഴിച്ചു. എഴുന്നേൽക്കാൻ തുടങ്ങിയ അവനെ അരുവിയിലേക്ക് തട്ടിയിട്ടു. വെള്ളത്തിൽ കിടന്ന ഒരു പാറഞ്ഞണ്ട് മണലിലൂടെ കല്ലിനടിയിൽ ഓടിയൊളിച്ചു. അവന്റെ മുഖം വെള്ളത്തിനടിയിലെ തെളിഞ്ഞ മണലിൽ മുട്ടി. ശ്വാസം കിട്ടാതെ തലയുയർത്തി അവൻ കുടഞ്ഞു. മുഖത്തു നിന്നും തലമുടിയിൽ നിന്നും വെള്ളം തെറിച്ചുപോയി. ഡോക്ടർ ബാലചന്ദ്രൻ അവന്റെ മുടിയിൽ പിടിച്ചുയർത്തി. പിന്നെ ശക്തിയായി വെള്ളത്തിലേക്ക് മുക്കി. അവൻ കിടന്നു പിടഞ്ഞു. അവന്റെ മൂക്കിൽ നിന്നൊഴുകിയ ചോര കാട്ടരുവിയിൽ കലങ്ങി. തലമുടിയിൽ പിടിച്ചവനെ പീതാൾക്കാടിന് വെളിയിലേക്ക് കൊണ്ടുവന്നു. അവനെ ജീപ്പിന്റെ ബോണറ്റിൽ മലർത്തി കിടത്തിക്കൊണ്ട് വള്ളിപ്പടർപ്പുകളിലേക്ക് നോക്കി. ചോര പുരണ്ട വാൾ കൊണ്ട് വള്ളിപ്പടർപ്പ് വെട്ടിമാറ്റി. ആശാദേവി അവിടേക്ക് വന്നു. ആരെങ്കിലും ചത്തോ? ഡോക്ടർ ചോദിച്ചു. ഇല്ല, പക്ഷെ 2 പേർ 3 മാസമെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ മരിക്കാനും മതി. വെട്ടിമുറച്ചു ഞാൻ. ആശാദേവിയുടെ വസ്ത്രങ്ങളിലും ചോരയുണ്ടായിരുന്നു. ആ വാൾ വാങ്ങിച്ച് ചോര പുരണ്ട വായ്ത്തല ബോണറ്റിൽ കിടന്നവന്റെ കഴുത്തിൽ മുട്ടിച്ചു. വിരലുകൾ ഉള്ളിൽ കടത്തി തലമുടിയിൽ ചുറ്റിപ്പിടിച്ചിരുന്നതിനാൽ അവന് അനങ്ങാൻ കഴിയുമായിരുന്നില്ല. കോഴിയെ അറക്കുന്നത് പോലെ നിന്നെ ഞാൻ മുറിക്കും, ഡോക്ടർ പറഞ്ഞപ്പോൾ അവൻ കണ്ണുമിഴിച്ചു. ഉമിനീരിറക്കിയപ്പോൾ വാളിനിടയിലൂടെ അവന്റെ കണ്ഠമുഴ ഇളകി. നിങ്ങളെ ആരാ ഇങ്ങോട്ടയച്ചത്? ഏത് കൊള്ളക്കാരാണ് നിങ്ങളുടെ പിന്നിലുള്ളത്? അവന്റെ തുറച്ച കണ്ണുകളിൽ നോക്കി ഡോക്ടർ ചോദിച്ചു. ഡിവൈഎസ്പി ശേഖർ, വേലായുധൻ സാർ, ചോപ്ര സാർ. ആ പേരുകൾ കേട്ട് ഡോക്ടർ നടങ്ങി. ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാട്ടുകൊള്ളക്കാരാണെന്നാണ് കരുതിയത്. തങ്ങളെ കൊടുങ്കാട്ടിൽ വെച്ച് ഉന്മൂലനം ചെയ്യാൻ അവർ ശ്രമിക്കുമെന്ന് കരുതിയില്ല. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വന്ന് ഞങ്ങൾക്ക് വേണ്ടി പതിയിരിക്കുകയായിരുന്നോ? ആശാദേവി അവന്റെ മുന്നിലേക്ക് വന്ന് ചോദിച്ചു. അതെ. നിനക്ക് ഞങ്ങളെ അറിയാമോ? അറിയാം. പെട്ടെന്ന് കാട്ടിൽ നിന്ന് ഒരലർച്ച കേട്ടു. ഒരു ജീപ്പ് കാട്ടുചെടികൾ തകർത്തുകൊണ്ട് പാഞ്ഞു വന്ന് റോഡിലേക്കിറങ്ങി. അത് അവരുടെ നേരെ പാഞ്ഞു വന്നു. ആഷേ! അപകടം ഡോക്ടർക്ക് മനസ്സിലായി. തങ്ങളെ നേരിട്ട് പരാജയപ്പെട്ടവർ മൂടിയില്ലാത്ത ആ ജീപ്പിൽ ഇരിക്കുന്നത് കണ്ടു. തങ്ങളെ ഇടിച്ചു തെറിപ്പിക്കാനാണവർ വരുന്നത്. ആശാദേവി റിവോൾവറുമായി തങ്ങളുടെ ജീപ്പിന്റെ പിന്നിലെത്തി അവരുടെ മുന്നിലേക്ക് ചെന്നു. പറിച്ചെടുത്ത വള്ളികളുമായി പാഞ്ഞു വരികയാണ് ജീപ്പ്. 2 കൈകൊണ്ടും റിവോൾവർ നീട്ടി ആശ ഉന്നം പിടിച്ചു. ഠോ! കാട് വിറപ്പിച്ചുകൊണ്ട് വെടിപൊട്ടി. ഒന്നല്ല, വീണ്ടും വീണ്ടും. ജീപ്പിന്റെ മുന്നിലെ 2 ചക്രങ്ങളും കീറിപ്പോയി. സ്റ്റിയറിംഗിന്റെ പിന്നിലിരുന്നവൻ വെടികൊണ്ട് പിന്നോട്ട് മറിഞ്ഞു. ജീപ്പ് ഒന്ന് പാളി. റോഡ് സൈഡിലെ തിട്ടയിലിടിച്ചു. പിന്നെ തിരിഞ്ഞ് എതിർവശത്തെ കലുങ്കിന് നേരെ പാഞ്ഞു ചെന്നു. ജീപ്പിലിരുന്നവർ പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. കലുങ്കിലെ ഒരു മൂല ഇടിച്ചു തകർത്തുകൊണ്ട് ജീപ്പ് താഴേക്ക് തലകുത്തി മറിഞ്ഞു. അത് കാടിനുള്ളിലൂടെ താഴേക്ക് പോകുന്ന ശബ്ദം കേട്ടു. നിലവിളികൾ, പിന്നെ നിശബ്ദത. ഡോക്ടർ ആ മനുഷ്യന്റെ തലമുടിയിൽ പിടിച്ച് ബോണറ്റിൽ അമർത്തിക്കൊണ്ട് എല്ലാം നോക്കി നിന്നു. ഈ കല്ലുകൾ മാറ്റടാ, അവനെ നിവർത്തി നിർത്തിക്കൊണ്ട് ഡോക്ടർ നിർദ്ദേശിച്ചു. അവൻ കരഞ്ഞുകൊണ്ട് കല്ലുകൾ തള്ളി റോഡരികിലേക്ക് മാറ്റി. ആശാദേവി അവിടേക്ക് വന്നു. എന്നെ കൊല്ലല്ലേ, അയാൾ കൈകൂപ്പി കരഞ്ഞു. ഇനി ആരെങ്കിലും ദ്രോഹിക്കുമോ? ഇല്ലേ? എന്നാൽ ഓടിക്കോ, ഡോക്ടർ പറഞ്ഞതും അവൻ ജീവനം കൊണ്ട് ഓടിയതും ഒപ്പമായിരുന്നു. ആ ക്ഷണം ഡോക്ടർ ആശയുടെ കയ്യിൽ നിന്നും റിവോൾവർ തട്ടിപ്പറിച്ചു. ഒരു വെടി പൊട്ടി. കൈവീശി ഓടിയ അവൻ മുഖമടിച്ച് റോഡിൽ വീണു. റോഡിൽ കുത്തിയ അവന്റെ വലത് കൈപ്പത്തിയിൽ വെടിയുണ്ട കടന്നുപോയ ദ്വാരമുണ്ടായിരുന്നു. അവന്റെ വിരലുകളുടെ രൂപത്തിൽ ചോര റോഡിൽ പരന്നു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ തലയ്ക്ക് നേരെ ഉന്നം നോക്കുന്ന തോക്ക് കണ്ടു. അധ്യായം 40. ഡോക്ടർ നിറയൊഴിക്കുന്നതിന് മുമ്പ് ആശാദേവി റിവോൾവർ പിടിച്ചു വാങ്ങി. അവനെ കൊല്ലാനാണോ പുറപ്പാട്? അതെ, ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞു. എന്റെ ഗീതുമോളുടെ ചോര ഇവന്റെ കയ്യിലും പറ്റിയിട്ടുണ്ട്. അവളുടെ ചോരയ്ക്കുത്തരവാദികളായവരെല്ലാം ശപിക്കപ്പെട്ടവരാണ്.
അവരുടെ ആയുസ് എൻ്റെ കയ്യിലാണ്. മതി അയാൾക്ക് കൊടുത്ത ശിക്ഷ, നമുക്ക് പോകാം. ആശാദേവി ജീപ്പിൽ കയറി. ആ മനുഷ്യൻ ഇതിനകം ജീവനും കൊണ്ടോടി കാട്ടിൽ മറഞ്ഞു കഴിഞ്ഞു. ജീപ്പ് വീണ്ടും കാട്ടിലൂടെ ഓടി. ഓഫീസിൽ ചെന്ന് SP ആശാദേവി ചാർജ് എടുത്തു. ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. ജോലിക്ക് ഒരു സ്ത്രീയും ഏതു സമയത്തും സഹായത്തിന് പോലീസുകാരും. ഓഫീസും ക്വാർട്ടേഴ്സും അടുത്തായതിനാൽ വിഷമമില്ലായിരുന്നു. ഡോക്ടർ ബാലചന്ദ്രൻ ഒരു ദിവസം ഭാര്യയോടൊപ്പം താമസിച്ചു. പ്രഭാതത്തിലെ മഞ്ഞും മഞ്ഞിനിടയിലൂടെ കാണുന്ന മരങ്ങളും സൂര്യനും തണുപ്പുമെല്ലാം ഊട്ടിയിൽ താമസിക്കുന്ന പ്രതീതിയുണ്ടാക്കി. ഉച്ചയോടുകൂടി ഡോക്ടർ നഗരത്തിലേക്ക് തിരിച്ചു പോന്നു. വീട്ടിൽ വന്നപ്പോൾ ഡോക്ടർ വേലക്കാരൻ രവീന്ദ്രനെ വിളിച്ചു പറഞ്ഞു. രവീന്ദ്രനെ വീട്ടിൽ പോകണമെന്ന് കഴിഞ്ഞയാഴ്ച പറഞ്ഞില്ലേ? പൊയ്ക്കോളൂ. സാറ് തനിച്ചല്ലേ ഉള്ളൂ. ഭക്ഷണമൊക്കെ? അത് സാരമില്ല, ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം. ചേച്ചി പറഞ്ഞത് സാറിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളണമെന്നാ. തൻ്റെ കാര്യം നടക്കട്ടെ. ഇപ്പോഴാണ് രവീന്ദ്രന് വീട്ടിൽ പോകാൻ പറ്റിയ സമയം. ആശ ലീവിൽ വന്നാൽ പറ്റുമോ? പിന്നെ വേലക്കാരൻ ഒന്നും പറഞ്ഞില്ല. രവീന്ദ്രൻ ജോലിക്കാരനാണെങ്കിലും ആ കുടുംബത്തിലെ അംഗത്തെ പോലെയായിരുന്നു. അയാൾ പോയി കഴിഞ്ഞ് ഡോക്ടർ ബാലചന്ദ്രൻ ആലോചിച്ചു. സിഗരറ്റ് കടിച്ചു പിടിച്ച് പുകയെടുത്തുകൊണ്ട് മേശ വലിപ്പിൽ നിന്ന് റിവോൾവറും കുറെ ഫോട്ടോകളും എടുത്തു. ഫോട്ടോകൾ ഓരോന്നായി നോക്കി. ഗിരീഷ് ചോപ്ര, DYSP ശേഖർ, ഡോക്ടർ ശിവപ്രസാദ്, വേലായുധൻ. ബാസ്റ്റേഡ്സ്. ഡോക്ടർ പല്ലിഞ്ഞരിച്ചുകൊണ്ട് ഫോട്ടോകൾ ഒന്നിച്ച് വായുവിലേക്കെറിഞ്ഞു. പിന്നെ റിവോൾവർ എടുത്ത് ഒറ്റ വെടി. താഴേക്ക് വന്ന ഫോട്ടോകൾ ചിതറി. എല്ലാ ഫോട്ടോകളും വെടികൊണ്ട് തുളഞ്ഞ് താഴെ വീണു. ആ വെടിയൊച്ചയുടെ പ്രതിധ്വനി അവസാനിക്കുന്നതിന് മുമ്പ് ഡോക്ടർ ടെലിഫോൺ റിസീവർ എടുത്ത് കറക്കി. മറുവശത്ത് റിസീവർ എടുത്തു. ഹലോ. ഒരു കുട്ടിയുടെ ശബ്ദം. ശേഖറിന്റെ മകൾ. ഹലോ മോളെ, ഡാഡിയുണ്ട് അവിടെ? ഇല്ലല്ലോ. ആരാ സംസാരിക്കുന്നേ? ഡാഡിയുടെ ഒരു കൂട്ടുകാരനാ. ഡാഡീനെ ഒന്ന് വിളിച്ചേ. ഡാഡി ഇവിടെ ഇല്ല, ഞാൻ മമ്മിയുടെ കയ്യിൽ കൊടുക്കാം. ഹലോ. DYSP ശേഖറിന്റെ ഭാര്യയുടെ ശബ്ദം കേട്ടു. തൻ്റെ മുന്നിൽ നിന്ന് നിലവിളിച്ച സ്ത്രീ. ഹലോ, ഞാൻ ശേഖറിന്റെ ഫ്രണ്ടാ. അബുദാബിയിലായിരുന്നു, ലീവിൽ വന്നതാ. കാഞ്ഞങ്ങാട്ടൂന്ന് വരുവാ. ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? ഇന്ന് വരികയില്ലേ? അവർ ആലോചിക്കുന്നത് പോലെ തോന്നി. എന്താ പേര്? 2 നിമിഷം കഴിഞ്ഞ് അവർ ചോദിച്ചു. ജോസഫ്. പുള്ളിക്കാരൻ എന്നെപ്പറ്റി പറഞ്ഞിട്ടില്ലേ? ഇത്തവണ വരുമ്പോൾ വീട്ടിൽ വരണമെന്ന് എനിക്ക് എഴുതിയിരുന്നു. എവിടെയാ താമസിക്കുന്നേ? ഫോൺ വന്നാൽ ബന്ധപ്പെടാൻ ഞാൻ പറയാം. എനിക്ക് 1-2 പേരെ കൂടി കാണാനുണ്ട്. കുറച്ചു കഴിഞ്ഞ് വിളിച്ചോളാം. 1 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചാൽ മതി. ശരി, താങ്ക് യു സിസ്റ്റർ. ഡോക്ടർ ബാലചന്ദ്രൻ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. ശേഖറും സംഘവും എവിടെ ഒളിച്ചിരിക്കുന്നുവെന്നറിയാനാണ് അത് ചെയ്തത്. ഗുണമുണ്ടായില്ല. ശേഖറിനെ വിളിക്കുമ്പോൾ ജോസഫ് എന്നൊരു ഫ്രണ്ട് അയാൾക്കില്ലെങ്കിൽ സംഗതി പൊളിയും. ഡോക്ടർ CI ഫിലിപ്പിനെ വിളിച്ചു. തല കഴുത്തിന് മുകളിലുണ്ടല്ലോ അല്ലേ? ഇതുവരെ ഉണ്ട് സാർ, ഫിലിപ്പ് പറഞ്ഞു. സാർ അവിടെ ജോയിൻ ചെയ്തോ? ചെയ്തു. നല്ല സ്ഥലം. മനുഷ്യരുടെ കാര്യം അനുഭവം കൊണ്ട് വളരെ മോശം. എന്താ ഡോക്ടർ, എന്തെങ്കിലും അനുഭവമുണ്ടായോ? തുടർക്കഥയുടെ ഇടയിലൊരു നുറുങ്ങ്. ഓ ഗോഡ്, അവിടെ ചെന്നില്ലല്ലോ. അതിനു മുമ്പ്. ആട്ടെ, പുതിയ SP വന്നോ? വന്നു. RK രാമനാഥൻ. ആളെങ്ങനെ? കടുകട്ടി. ഇരുമ്പുരുക്കുന്ന പാർട്ടിയാ. നിയമം വിട്ടനങ്ങില്ല. നീതിയല്ലാതൊരു പ്രവൃത്തിയില്ല. അപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ. ഞാൻ പറഞ്ഞു തീർന്നില്ല. പെണ്ണും പണവും മദ്യവും ഉണ്ടെങ്കിൽ ഈ സ്വഭാവമെല്ലാം മാറും. ഇന്ന് രാവിലെ തന്നെ വന്ന് വേലായുധനെ മണിയടിക്കുന്നത് കണ്ടതല്ലേ? പക്ഷേ നേതാവിൻ്റെയും കൂട്ടുകാരുടെയും പണം കുറെ അയാൾ തിന്നും. എൻ്റെ കയ്യിൽ നിന്ന് സകല ഫയലുകളും വാങ്ങിച്ചിരിക്കുകയാ. അത് ശരി. അപ്പോൾ അയാൾ സകലതും മുക്കും. ആ കഴിവേറുകളുടെ ആളാ അവൻ. ശേഖർ മറ്റും എവിടെയാണെന്നറിയാമോ? വേലായുധനറിയാം. പക്ഷേ അയാൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ശരി, ഞാൻ കണ്ടുപിടിച്ചോളാം. ഫോൺ താഴെ വെച്ചിട്ട് ഡോക്ടർ മറ്റൊരു സിഗരറ്റ് കൂടി കത്തിച്ചു. അപ്പോഴാണ് വേലായുധനെ ഒന്ന് കാണണമെന്ന് തോന്നിയത്. തൻ്റെ തോക്കിൻ്റെ മുന്നിൽ നിന്ന് ആശാദേവിയാണ് അവനെ രക്ഷിച്ചത്. തങ്ങളെ കാട്ടിൽ വെച്ച് കൊല്ലാൻ ഗുണ്ടകളെ അയച്ചതും അവനാണ്. ആ ഗുണ്ടകൾക്ക് എന്തു സംഭവിച്ചെന്ന് അവൻ അറിഞ്ഞു കാണും. തന്നെ കാണുമ്പോൾ അവൻ്റെ പ്രതികരണമെന്നറിയണം. CI ഫിലിപ്പിനെ വിളിച്ചതിന് ശേഷം ഉടനെ ജീപ്പിൽ പുറപ്പെട്ടു. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വലിയ തിരക്കായിരുന്നു. CI ഫിലിപ്പ് കാത്തു നിന്നിരുന്നു.
ഡോക്ടർ തനിച്ചാണ് വേലായുധന്റെ മുറിയിലേക്ക് ചെന്നത്. ചെറിയ മുറി, മുകളിൽ ശബ്ദമുണ്ടാക്കി കറങ്ങുന്ന പഴയ ഫാൻ, വൃത്തിയില്ലാത്ത ഫർണിച്ചർ. നേതാവിന്റെ കാൽ പ്ലാസ്റ്ററിലാണ്. ഡോക്ടറെ കണ്ടതും അയാളുടെ മുഖത്തെ ഭാവം മാറി. നമസ്കാരം നേതാവേ, അടുത്ത തിരഞ്ഞെടുപ്പൊക്കെ അടുത്തല്ലോ. ഒരു സ്ഥാനാർത്ഥിയായിക്കൂടെ? ജനങ്ങളെ സേവിക്കണ്ടേ? സേവിക്കുക എന്ന് പറഞ്ഞാൽ തിന്നുക എന്നൊരർത്ഥം കൂടിയുണ്ട്. നേതാവിന് അറിയാമായിരിക്കും. നിങ്ങളെ ആരാ ഇവിടേക്ക് കടത്തിവിട്ടത്? വേലായുധന്റെ ശബ്ദം കനത്തതായിരുന്നു. ഡോക്ടർ ബാലചന്ദ്രൻ ചിരിച്ചു. ഇനി ഞാനാ വേലായുധനെ ചികിത്സിക്കുന്നത്. നിങ്ങളെ സുഖപ്പെടുത്തി ഇലക്ഷനിൽ ജയിപ്പിച്ച് മന്ത്രിയാക്കിയിട്ട് വേണം എനിക്ക് 3-4 അഴിമതി കാണിക്കാൻ. ഒരു മന്ത്രിയുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നടക്കാത്തത് വല്ലതുമുണ്ടോ? എസ് പിമാരെയൊക്കെ ചുമ്മാ രോമം പറിക്കണ പോലെയല്ലേ സ്ഥലം മാറ്റുന്നത്. എന്താ കളി? കാസർകോട്ടുള്ളവൻ പാറശാല വരും, പാറശാലയുള്ളവൻ സുൽത്താൻ ബത്തേരി പോകും. ഡോക്ടർ ചിരിക്കുന്നത് കണ്ട് വേലായുധന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. VIP റൂമിൽ നിന്ന് ജയിൽ പോലത്തെ ഈ മുറിയിലേക്ക് നേതാവിനെ മാറ്റിയത് ശരിയായില്ല. നമുക്കാ CI ഫിലിപ്പിനെ എങ്ങോട്ടാ മാറ്റേണ്ടത്? യു ഷട്ടപ്പ്! സഹികെട്ട വേലായുധൻ ഒച്ച വെച്ചു. എന്ന് പറഞ്ഞാൽ പറ്റുമോ? നേതാവിന്റെ കാര്യം നോക്കേണ്ടത് ജനങ്ങളുടെ കടമയല്ലേ? നേതാവല്ല ഞങ്ങളെ നയിക്കേണ്ടത്. നേതാവില്ലെങ്കിൽ ഞങ്ങളുടെ ഗതി എന്താവും? അധോഗതി. നേതാവിന് ജനങ്ങളെ സേവിക്കാനുള്ളതല്ലേ? അയാൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ പിടിച്ചു കിടത്തി. അയ്യോ, ശരീരമനക്കല്ലേ, സൂക്കേട് ഭേദമാവണ്ടേ? ജനങ്ങളെ സേവിക്കാനുള്ളതല്ലേ? പിന്നെ പഞ്ചമയെ പോലുള്ള കൊച്ചു പെപിള്ളേരെയും സേവിക്കണ്ടേ? ഇറങ്ങടാ പട്ടി എന്റെ മുറിയിന്ന്! പോലീസ്, പോലീസ്! വേലായുധൻ അലറി. ഡോക്ടർ തലയണയെടുത്ത് വേലായുധന്റെ വായിൽ വെച്ചു. അയ്യോ, രോഗികള് ശബ്ദമുണ്ടാക്കരുത്, ഡോക്ടർ ബാലചന്ദ്രൻ പറഞ്ഞു. എടാ കഴിവേറി, ഞങ്ങളെ കാട്ടിൽ കൊന്ന് കുഴിച്ചു മൂടാനല്ലേ നീ ഗുണ്ടകളെ വിട്ടത്? ഇപ്പോൾ അവനൊക്കെ ഏതാശുപത്രിയിലാടാ? ഞാൻ തന്നെ അവരെ ചികിത്സിക്കാം. വേലായുധന്റെ മുഖം വിളറി വെളുത്തുപോയി. ഡോക്ടർ അയാളുടെ മുഖത്തു നിന്ന് തലയണ മാറ്റിയിട്ട് ചോദിച്ചു, എവിടെയാണ് ബഹുമാനപ്പെട്ട ശേഖറും ചോപ്രയും മഹേഷും? എനിക്കറിയില്ല. അത് നുണ. ഡോക്ടർ വസ്ത്രത്തിനുള്ളിൽ കൈയിട്ട് തോക്കെടുത്തു. ഫുൾ ലോഡാണെന്ന് വരുത്തി. പിന്നെ പോക്കറ്റിൽ നിന്ന് മറ്റൊരു കുഴലെടുത്തു. കൈത്തോക്കിന്റെ കുഴലിൽ പിരിച്ചു കയറ്റി. തോക്ക് നേതാവിന്റെ ചെവിയിൽ കുത്തിക്കയറ്റിക്കൊണ്ട് മന്ത്രിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, ഈ ചെവിയിലൂടെ പോണ വെടിയുണ്ട ആ ചെവിയിലൂടെ പുറത്തു പോകും. നല്ല സുഖമാ. സൈലൻസർ ഘടിപ്പിച്ചിരിക്കുക. വെടിയുച്ച ഈ മുറിയിന്ന് പുറത്തു പോകൂല. നേതാവെന്ന് പിടഞ്ഞപ്പോൾ ഡോക്ടർ അയാളുടെ നെഞ്ചിൽ അമർത്തിപ്പിടിച്ചു. മറ്റേ കഴിവേറുകളൊക്കെ എവിടെയാടാ? ശബ്ദത്തോടൊപ്പം ലോഹക്കുഴൽ അയാളുടെ ചെവിക്കുള്ളിൽ അമർന്നു. ഡോക്ടറുടെ ചൂണ്ടുവിരൽ ട്രിഗറിൽ അമരാൻ തുടങ്ങി. ഞാൻ പറയാം. പറയ്, എന്നാൽ അവസാനമേ നിന്നെ ഞാൻ കൊല്ലൂ. അവർ മരിച്ച ഉമയുടെ വീട്ടിലുണ്ട്. ഗത്യന്തരമില്ലാതെ അയാൾ പറഞ്ഞു. അവിടെ പോലീസ് കാവലില്ലേ? ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല. സത്യമാണോ? അതെ. ഗുഡ്. നമ്മൾ മാത്രം ഇതറിഞ്ഞാൽ മതി. ഡോക്ടർ തോക്കഴിച്ച് പഴയപടി ഒളിപ്പിച്ചു. അയാളൊന്ന് നിശ്വസിച്ചു. ഒരു നല്ല കാര്യത്തിന് പോകുക. ഇറങ്ങട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഡോക്ടർ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. സന്ധ്യ കഴിഞ്ഞിരുന്നു. CA ഫിലിപ്പുമായി സംസാരിച്ചതിന് ശേഷം ഡോക്ടർ വീട്ടിലെത്തിയപ്പോൾ 8 മണി കഴിഞ്ഞിരുന്നു. വേലായുധന് വരുന്ന വിസിറ്റേഴ്സിനെയും എല്ലാ ഫോൺ കോളുകളും ശ്രദ്ധിക്കാൻ ഏർപ്പാട് ചെയ്തിരുന്നു. ഡോക്ടർ വാതിൽ തുറക്കുമ്പോൾ അകത്ത് മണിയടിക്കുന്ന ശബ്ദം കേട്ടു. ആശാദേവി ആയിരിക്കുമോ? ഓടിച്ചെന്ന് റിസീവർ എടുത്തു. ഹലോ, ഹലോ, എന്നെ രക്ഷിക്കണേ, ഞാൻ പ്രേമയാ, ചേച്ചിയുടെ വീട്ടിലാ. അയ്യോ! ഭയന്ന് ശബ്ദം പതറിയ ഒരു സ്ത്രീ ശബ്ദമായിരുന്നു അത്. അതിനിടയിൽ ഓടിവരുന്ന പുരുഷ ശബ്ദം. എടീ ചെകുത്താനെ! തുടർന്നൊരു വെടിപൊട്ടി. സ്ത്രീയുടെ നിലവിളി ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു. ആ ടെലിഫോൺ പൊട്ടിത്തകർന്നെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. റിസീവറിലൂടെ ഒരു വെടിയുണ്ട വന്ന് കാതിൽ തറച്ചതുപോലെ ഡോക്ടർ നടുങ്ങി. റിസീവർ കാതിൽ നിന്ന് മാറ്റി. പെട്ടെന്ന് കറണ്ട് പോയി. സർവത്ര ഇരുട്ട്. മരണത്തിന്റെ കാൽപ്പെരുമാറ്റം തുടരും.